ഉണ്ണിയമ്മേ, തുമ്പടി വന്നു. എന്റെ ലൂർദ് മാതാവേ, ഞാൻ എന്തായി കാണുന്നത്? ആരാണ് ഈ കാണുന്നത്? നമ്മൾ തമ്മിൽ വീണ്ടും കണ്ടുമുട്ടുമെന്ന് ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചല്ല. നീറ്റ് നെറ്റ് ക്രമക്കേടുകൾക്കെതിരെ ഡിവൈഎഫ്ഐയുടെ മാർച്ച്. കടുത്ത അഴിമതി വിദ്യാഭ്യാസ രംഗത്ത് നടത്തിക്കൊണ്ടാണ് കേന്ദ്ര ഗവൺമെന്റ് മുമ്പോട്ട് പോകുന്നത്. എന്നിട്ട് രാജ്യത്ത് പഠിക്കുന്ന വിദ്യാർത്ഥികളെ ഒന്നടങ്കം വിഡ്ഢികളാക്കിക്കൊണ്ടുള്ള സമീപനമാണ് കേന്ദ്ര ഗവൺമെന്റ് സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത്. കേന്ദ്ര സർക്കാരിനെ ഇപ്പോൾ താഴെ ഇറക്കുമെന്ന് പറഞ്ഞാണ് ചേച്ചി കൊല്ലത്തെ ഹെഡ് പോസ്റ്റ് ഓഫീസിലേക്ക് പിള്ളേരെ വിളിച്ചോണ്ട് മാർച്ചിനെത്തിയത്. ഒന്ന് പോവാടാ മരമാക്കി പോയി തരത്തി പോയി കളിക്കടാ. പ്രിയപ്പെട്ട പോലീസുകാരാ, നിങ്ങളുടെ മക്കൾക്ക് വേണ്ടി കൂടിയാണ് ഞങ്ങൾ ഡിവൈഎഫ്ഐ ഈ സമരം നടത്തുന്നതെന്നുള്ള ബോധ്യം നിങ്ങൾക്ക്. നീ എന്തിനാ അയാളോട് ദേഷ്യപ്പെട്ടേ? ഞാൻ ആരോടെങ്കിലും കുറച്ച് ഗുണ്ടായിസം കാണിച്ചു ഒന്ന് റിലാക്സ് ചെയ്തോട്ടെ പറഞ്ഞുള്ളേ. നിങ്ങളുടെ മക്കൾക്ക് വേണ്ടി കൂടിയാണ് ഞങ്ങൾ ഡിവൈഎഫ്ഐ ഈ സമരം നടത്തുന്നതെന്നുള്ള ബോധ്യം നിങ്ങൾക്ക്. അതെ, ഇടഞ്ഞ ഞാൻ കൊല കൊമ്പനാ, കൊല കൊമ്പൻ. ഇടഞ്ഞില്ലെങ്കിലോ കൊലയില്ലാത്ത കൊമ്പൻ. എന്നാൽ ഡിവൈഎഫ്ഐ അതിശക്തമായ സമരവുമായി മുമ്പോട്ട് പോവുകയാണ്. ഭയങ്കരം തന്നെ. രാജ്യത്തെ ഡിവൈഎഫ്ഐയും എസ്എഫ്ഐയുമാണ് ഇത് സംബന്ധിച്ച് ഏറ്റവും ശക്തമായ പോരാട്ടങ്ങൾ നടത്തുന്നത്. ഇതിപ്പം അന്ന് പോലെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആരോ പറഞ്ഞ് പഠിപ്പിച്ചു വിട്ടാൽ മതി. എല്ലാ കാലത്തും വിദ്യാർത്ഥികൾക്കൊപ്പവും യുവജനങ്ങൾക്കൊപ്പവും നിൽക്കുന്ന ഡിവൈഎഫ്ഐയും എസ്എഫ്ഐയും ഏറ്റവും ശക്തമായ പോരാട്ടങ്ങളുമായി മുമ്പോട്ട് പോകുന്നു. രക്തസാക്ഷികളുടെ ചോരയിലും ധീരതയിലും പടുത്തുയർത്തിയ ഒരു പാർട്ടിയുടെ യുവരക്തമായി ഞാൻ ജീവന്റെ അവസാന തുടിപ്പോരെ ഈ ഹക്കീം പൊരുതും. ലാൽ സലാം. ഈ നാട്ടിലെ സാധാരണക്കാരുടെ മക്കൾക്ക് വേണ്ടിയാണ്, അതിനുവേണ്ടിയാണ് ഞങ്ങൾ അടികൊള്ളാൻ തയ്യാറായി നിൽക്കുന്നത്. നിനക്കതൊക്കെ എങ്ങനെയാ സാധിക്കുന്നത്? സിവിൽ പോലീസ് ഓഫീസർ റാങ്ക് ലിസ്റ്റ് കാലാവധി ഇന്ന് അവസാനിക്കും. എന്താ ഉറക്കം വരുന്നു? റാങ്ക് ലിസ്റ്റിന്റെ കാലാവധി അവസാനിക്കുമ്പോൾ ഞങ്ങൾ 9,000-ൽ പരം ഉദ്യോഗാർത്ഥികൾ പെരുവഴിയിലേക്ക് ഇറങ്ങുക. എന്തോ ഞാൻ എന്താ പറഞ്ഞു? അതിന് തന്നാരും വിളിച്ചില്ല. വിളിച്ചു തന്നെയല്ലേ കേൾക്കണത്? എങ്ങനെയാ? ഈ നാട്ടിലെ സാധാരണക്കാരുടെ മക്കൾക്ക് വേണ്ടിയാണ്, അതിനുവേണ്ടിയാണ് ഞങ്ങൾ അടികൊള്ളാൻ തയ്യാറായി നിൽക്കുന്നത്. എല്ലാവർക്കും സന്തോഷമായല്ലോ. എനിക്ക് സന്തോഷമായി. എല്ലാവർക്കും പിരിഞ്ഞു പോവാം.